പോയിട്ട് ഫ്രഷ് ആയിട്ട് ഒന്ന് കഴിക്കടാ. മാറി നിൽക്കും മോനെ, ഞാൻ പോയി സാപ്പാടടിക്കട്ടെ. ഇവനെ കൊണ്ട് അമ്മ ഫുഡൊന്നും ഒരു രക്ഷയില്ല, അടിപൊളി. എന്നാ ടേസ്റ്റാന്നറിയോ? ഓ അമ്മ, ഞാൻ ഒരുപാട് മിസ് ചെയ്തെന്റെ അമ്മ. കാശി, നിനക്ക് ഫുഡ് വേണ്ടേടാ? ആ ഏയ്, അത് കുഴപ്പമില്ലടാ, നിന്റെ ഫുഡും കൂടെ ഞാൻ കഴിച്ചോളാം. ചേട്ടാ ഏ എടാ, നീ നാളെ ഓഫീസിൽ പോകുമ്പോ കൂടെ ഞാനും വരുന്നുണ്ട്. ഏയ് അതൊന്നും വേണ്ട, നീ ഇന്ന് വന്നില്ലേ ഉള്ളൂ. നാളെ കൂടെ റെസ്റ്റ് എടുത്തിട്ട് മറ്റന്നാൾ മുതൽ വന്നാൽ മതി. ഞാനും വരുന്നുണ്ട്. ആ ഇനി ഞാനൊന്നും പറയുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. നീ വലിയ വരാതിരിക്കുക, നിന്റെ ഇഷ്ടം. ശരി, പോയി കിടക്കാൻ നോക്ക്, ടൈം പറയായി. എടാ ബേബി, ആ നീ ഇവിടെ നിന്നെ. എന്താടാ? അല്ല, ഞാനുണ്ട്. അല്ല, ഞാനും ഉണ്ട് നിന്റെ കൂടെ കിടക്കാൻ. എന്തിന്? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാറുണ്ടേ. അതല്ല, എനിക്കെന്തോ നിന്റെ കൂടെ കിടക്കണമെന്ന് തോന്നി. എന്തിന്? നീ എന്നോട് ഒന്നും കിടക്കണ്ട, നിനക്ക് റൂമില്ലേ, അവിടെ പോയി കിടക്കണം. എന്താടാ, എനിക്ക് നിന്റെ റൂമിൽ കിടന്നൂടെ? അല്ല, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഞാൻ നിന്നോട് കിടക്കുന്നതിന്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ എന്റെ കാലും കൈയൊക്കെ നിന്റെ ദേഹത്ത് വീഴും. അയ്യേ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് കൂർക്കം വലിക്കുന്ന അസുഖമുണ്ട്. എടാ കോപ്പെ, നിനക്ക് എന്തിന്റെ അസുഖമാടാ? ഞാൻ നിന്റെ റൂമിലേ കിടക്കാൻ വരട്ടെ എന്ന് ചോദിക്കാനില്ല, ഞാൻ പോയിട്ട് നിന്റെ റൂമിൽ കിടക്കും. നീ എന്താ ചെയ്യാന്ന് വെച്ചാൽ നീ ചെയ്യുക. നിൽക്കാൻ പോട്ട്. എടാ കാശി, നിക്കടവിടെ. ഇവനെ കൊണ്ട് മിനിമോളെ, അച്ഛ, അമ്മേ, മിനിമോളെ. ബേബി, നീ ഉറങ്ങില്ലായിരുന്നോ? എന്താടാ, എന്തു പറ്റി? എന്താ നിന്റെ മുഖം വല്ലാണ്ട്? ഏയ് ഒന്നുമില്ലടാ, ഞാൻ വെറുതെ. നീ കിടന്നില്ലായിരുന്നോ? എന്താടാ, എന്താ നീ എന്നെ നോക്കുന്നേ? സത്യം പറയടാ, നീ വല്ല സ്വപ്നം കൊണ്ടോ? നിന്നോട് പറഞ്ഞിട്ടില്ലേടാ വേണ്ടാത്തൊന്നും വിചാരിച്ചിട്ട് കിടക്കരുതെന്ന്? എത്ര പറഞ്ഞാലും നിന്റെ തലയിലോട്ടല്ല കയറുന്നത്. കാശി, എന്റെ ഭാവിക്ക് എന്തെങ്കിലും പറ്റിയാലും ഓടി വരുന്ന എന്റെ അടുത്തുണ്ടായിരുന്നടാ. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്നെയായിരുന്നു. അമ്മ എപ്പോഴും പറയും, അവിടെ ഞാൻ പ്രസവിച്ചതേ ഉള്ളൂ, നോക്കിയതെല്ലാം എന്റെ മോനാണെന്ന്. അവളുടെ കുഞ്ഞ് അനിയത്തിയല്ലായിരുന്നടാ, എന്റെ മോളായിട്ടാണ് ഞാൻ വളർത്തിയത്. എന്നിട്ട് എന്റെ കൺമുന്നി വെച്ച എന്റെ മോള് എന്തിനാ ദൈവം എന്നോട് ഈ ക്രൂരത ചെയ്തത്? എന്റെ 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 കുഞ്ഞു പെങ്ങളെങ്കിലും എനിക്ക് തന്നൂടായിരുന്നോടാ.
അവിടെ അവിടെ കൈ മുറിഞ്ഞ പോലെ എനിക്ക് സഹിക്കില്ലടാ. എന്നിട്ട് എന്നിട്ട് ഞാനിവിടെ അനാഥനായത്. എനിക്കിപ്പോ സ്വന്തം എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? വിവി, നീ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ പിന്നെ ഞാനും അച്ഛനും അമ്മയും അവരൊക്കെ നിന്റെ ആരാ? ഞങ്ങളില്ലടാ നിനക്ക്. നീ എന്താണ് ഈ പറയുന്നത്? എടാ, എങ്ങനെയാടാ ഞാൻ ഓരോന്ന് മറക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ 10 മടങ്ങായിട്ട് എന്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരുന്നത് എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ കുഞ്ഞിപ്പെങ്ങളും. കാശി, എന്തിനാണ് ദൈവം എന്നോട് ഇങ്ങനെ കൂടത് ചെയ്തത്? എന്റെ കുഞ്ഞു പെങ്ങളെങ്കിലും എനിക്ക് തന്നുകൂടായിരുന്നൂടാ. കണ്ണടക്കുമ്പോ എനിക്ക് എന്റെ മോടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അവൾ എന്തുമാത്രം വേദന സഹിച്ചു കാണും. നിനക്കറിയോ, അവിടെ ജീവിച്ചിരുന്നപ്പോഴും അവിടെ കണ്ണു നിറഞ്ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. എടാ, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ പോകേണ്ടത് പോയില്ലേ? നീ ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? നീ അവളെ മറക്കാൻ ശ്രമിക്കേ. എടാ, എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞു പെങ്ങള് അവൾ എത്ര വേദന സഹിച്ചാണ്. അവൾക്ക് എങ്ങനെ ദൈവം ശിക്ഷ കൊടുത്തേ? പോയി കിടക്കാൻ നോക്ക്, ടൈം പറയായി. കാശി, പുള്ളി ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? എന്നിട്ട് എന്താ നാറി? ഓ, നീ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നീ ഓർക്കത്തില്ലായിരിക്കും. എടാ, നിന്റെ പി എങ്ങനെയാടാ? കുഴപ്പമില്ല. അതെന്താടാ അങ്ങനെ? അമ്മ പറയുന്നതനുസരിച്ച് പാവം കുട്ടിയാ, എല്ലാവരോടും നല്ല പെരുമാറ്റാന്നാ പറയുന്നത്. പക്ഷെ നിന്റെ സ്വഭാവം വെച്ചിട്ട് ഒന്നിൽ കൂടുതലും നിൽക്കാൻ സാധ്യതയില്ല. എന്താടാ കാര്യം? നീ പോയി അന്വേഷിക്കും. ഓ, അല്ല, ഞാനൊന്ന് വളച്ചാലോ എന്ന് ചിന്തിക്കുക. എന്ത്? അല്ല, ആയതുകൊണ്ട് നീ അങ്ങനത്തെ ഒരു ഇതൊന്നും കാണിക്കത്തില്ല എന്ന് അറിയാം. നീ ഒരു ജെന്റിൽമാനല്ലേ. അതുപോലെ തന്നെ ഞാൻ അവളെ വളയ്ക്കുന്നതില് നിന്റെ അഭിപ്രായം എന്താ? അനങ്ങാണ്ട് നീ ഇവിടെ കിടന്നു അതിന്റെ ചാപ്പിട്ടി എന്താ ആളിടും. അവൻ വളയ്ക്കാൻ നടക്കുന്നു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. വളക്കുന്ന കാര്യമില്ല പറഞ്ഞുള്ളൂ. അതിന് ഇത്ര പൊള്ളാൻ വേണ്ടിട്ട്. ഓ, അനങ്ങാണ്ട് കിടന്നില്ലെങ്കിൽ എന്നെ ചാപ്പട്ടി താഴെ ഇട്ടാലോ? മിണ്ടണ്ട. അനങ്ങാണ്ട് കിടക്കുന്നതാ എനിക്കും എന്റെ ബോഡിക്കും നല്ലത്. ഞാൻ കിടന്നു. ഹലോ മിത്ര, താനിന്ന് വീട്ടിലോട്ട് വരണ്ട, നേരെ ഓഫീസിലോട്ട് പോയാൽ മതി. അതെന്താ സർ, വല്ല പ്രോബ്ലം ഉണ്ടോ? ഡു വാട്ട് ഐ സേ. ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ കേട്ടാ മതി. മനസ്സിലായോ? ഓക്കെ സർ.